ഇതാണ് ഔഷധപ്പൂ എന്ന് പറയും. മഞ്ഞളുടെ ഔഷധപ്പൂ. അത് പ്രത്യേകതരം മഞ്ഞളാണ്. പ്രത്യേകതരം ആണ്. സാധാ മഞ്ഞളല്ല, നമ്മുടെ സാധാ മഞ്ഞളല്ല. അത് ഈ കാട്ടിലുള്ളതാണ്. ഞങ്ങളുടെ തെമ്മല കാട്ടിലുള്ളതാണ്. ഇതാണ് കഴിക്കേണ്ടത്. എന്താ അസുഖത്തിനും ഇത് കഴിക്കാം. ഇതിന്റെ തണ്ടെടുത്ത് നമ്മൾ പണ്ട് ചെയ്യുമായിരുന്നു. പണ്ട് നമ്മള് പിണ്ടിയൊക്കെ ഇട്ട് ഞങ്ങളുടെ അമ്മമാരൊക്കെ കറി വെക്കുമായിരുന്നു. പിണ്ടി, ചീനിയുടെ ഇല, മണ്ട. ഇതിന്റെ ചേമ്പിന്റെ തണ്ട്, ഇതൊക്കെയാണ് അസുഖമുള്ളത്. ഇപ്പൊ ഉള്ള വന്നു കഴിഞ്ഞാൽ അല്ല, ഇപ്പോഴത്തെ കാര്യം മൊത്തം കെമിക്കലാണ്. കെമിക്കൽ വന്ന് ഈ കെമിക്കൽ വന്നാണ് എല്ലാം. ഈ പയറായാലും പാവയ്ക്കായാലും എല്ലാം ഈ മഞ്ഞൾ വിളയുന്നതാണ്. ഇതാണ് ഈ പൂ. ഈ പൂവിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഔഷധമുള്ള. ഇത് കെമിക്കലല്ല, ഇത് കാട്ടിലിരിക്കുന്ന സാധനമാണ്. അങ്ങനെ വരത്തില്ല സാറേ, അങ്ങനെ വരത്തില്ല. ഇതിപ്പോ കാട്ടിലിരിക്കുന്ന സാധനമാണ്. ഇതൊന്നും ചെയ്യണ്ട. ഒരു ശരീരത്തിനൊന്നും വരത്തില്ല. പൂ പറിച്ചത് കാണിക്കാൻ വേണ്ടി പറഞ്ഞ. ഇതാണ് പൂ വരുന്നത്. ഇത് വിളയുമ്പോഴാണ് ഇത് പൂ വരുന്നത്. അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇത് എല്ലാ ഒരു മനുഷ്യനും ഒരു അസുഖം വരത്തില്ല ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ. ഇതിന്റെ തണ്ടെടുക്കാൻ ഇതിന്റെ ചേമ്പിന്റെ ഇത് ചേമ്പാ കാട്ടിൽ. അത് ചൊറിയൻ ചേമ്പല്ലോ സാർ, ചൊറിയൻ ചേമ്പല്ലേ? ചൊറിയൻ ചേമ്പല്ല സാറേ. ഈ ചീനിയിലുണ്ടല്ലേ, പണ്ട് ചീനിയുടെ തണ്ടെടുത്ത് നമ്മള് വെക്കാറ്. വാഴപ്പിണ്ടി എടുത്ത് കറി വെക്കുമായിരുന്നു വീട്ടിലൊക്കെ. ഇതെല്ലാം ചെയ്യുന്നേ. അത് ഇപ്പോഴുള്ളൊരു മീനും മേടിച്ച് ഈ ഉള്ള കുരയും ഇതും അടിച്ചിട്ടാ ചെയ്യുന്നത്. ഏതാ ഇതൊക്കെ കഴിക്കേണ്ടത്. ഇതൊക്കെ കഴിക്കേണ്ടത്. ചീനിയില ഇപ്പൊ ചീനിയുടെ ഇല തണ്ട് ആരെങ്കിലും കഴിക്കോ? പിഴിഞ്ഞ് കാണിക്കാം. കണ്ടേ ഇതിന്റെ ഇതാ ഉണ്ട്. ഇതിന്റെ അടുത്ത് ഇതിന്റെ നീര് കുടിച്ചാലും മതി. നീര് കുടിക്കണ്ട. ഇത് നമുക്ക് വെക്കാതെ വെച്ച് നല്ല വൃത്തിയാക്കി. ഇപ്പൊ അഴുക്ക എന്റെ കയ്യിലഴുക്ക. ഇതെല്ലാം വെച്ച് കഴിക്കണം. വെച്ച് കഴിച്ചതാണ് ഇത് ചെയ്യേണ്ടത്. ഒരു അസുഖം ശരീരത്തിന് അസുഖം കിഴങ്ങ്, ഈ കിഴങ്ങ് ആണ്ടേ ഇത് കഴിച്ചാണെങ്കിൽ സാറേ മണ്ണോടെ തിന്നാം. ഈ കിഴങ്ങ് ഇതാ മാങ്ങഞ്ചി എന്ന് പറയുന്നത്. ഇതൊരു കാട്ടില ഉള്ള ഇതാ. ഇത് പറിച്ച് തിന്നണം. തിന്നണ ഒരു അസുഖം വരത്തില്ല, ഒന്നും വരത്തില്ല. ഇങ്ങനെയാണ് വേണ്ടത്. ചൊറിയണം, വാട്ടി ഒന്ന് ഇതാക്കുക. ചൊറിയില്ലയോ? അതിന്റെ വേരെടുത്തിട്ട് അതിന്റെ ചൊറിയണത്തിന്റെ വേരെടുത്തിട്ട് അത് തിളപ്പിച്ച് വെള്ളം കുടിക്കുക. ചൊറിയണത്തെ ഇലയല്ല, അതിന്റെ വേരെടുത്തിട്ടാ സാറേ ചെയ്യേണ്ടത്. ഇതൊന്ന് കഴുകി കാണിക്കാം. ഇത് കഴിവത്തില്ല. ഇത് നമുക്ക് നടാനുള്ള സാധനം. അത് നമ്മളവിടെ വീട്ടിൽ വെച്ച് ചെടിച്ചട്ടി വെച്ച് നടത്തും. അത് കഴിഞ്ഞാൽ ആൾക്കാർ ഒരുപാട് വളരുന്ന ഇല്ലല്ലോ. ഇത് മരമായിട്ട് വരത്തില്ല, ചെടിയായിട്ട് വളർന്ന് അങ്ങനെ വരും. അങ്ങനെ ആൾക്കാർ ഇതിന്റെ പൂ വരത്തില്ല. അങ്ങനെ പൂവില്ല. അതിന്റെ ഇല പറിച്ച് വെള്ളം തിളപ്പിച്ച് കുടിക്കുക. തണ്ടും ഇതും എല്ലാം അവിടെ എടുക്കുന്നത്. അങ്ങനെ ചെയ്യുന്നത്. ഇത് ഗുജറാത്തിൽ നിന്ന് കിട്ടിയതാ. ഇത് ഗുജറാത്തല്ല, സൂറത്ത്. ഗുജറാത്ത് തന്നെ. സൂറത്ത് ബറോഡ എന്ന് പറയും. അവിടെ ആദിവാസികള് എല്ലാവരും അവര് പറഞ്ഞു തന്നെ. നമുക്ക് എനിക്കിത് പൊങ്കമ്പനി എന്നെ അവര് കണ്ടത് അവിടെ വന്ന് വെച്ചാൽ ഈ പൊങ്കമ്പനി എന്ന ദൈവത്തിനെ കൂട്ടാ. അവര് വന്ന് നമ്മളെ തൊഴുകയൊക്കെ ചെയ്യും. എന്താ ഈ പൊങ്കമ്പനി ഇല്ല. പൊങ്കമ്പനി എന്ന് പറഞ്ഞാൽ മനസ്സിലായി സാറേ. അന്നേരം വിഗ്രഹം തൊട്ടാണ് തൊഴുന്നത്. അങ്ങനെ